സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എംപ്ലോയീസ് യൂണിയൻ. PSCയിലെ ജോലി ഭാരത്തിനനുസരിച്ച് തസ്തികകൾ അനുവദിക്കണമെന്നും കോഴിക്കോട്ട് നടന്ന 51ാമത് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ 51ാം കോഴിക്കോട് ജില്ലാ സമ്മേളനം എക്സൈസ് അസോസിയേഷൻ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്, നിങ്ങൾക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒട്ടേറെ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പല പ്രശ്നങ്ങളും ഇപ്പോഴും നിങ്ങൾ നേരിടുന്നുണ്ടാവാം. ആ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന PSCയെ തന്നെയാണ്. കാരണം ഇന്ന് യുവാക്കളായിട്ടുള്ള ജോലിയില്ലാത്ത യുവാക്കളുടെയും യുവതികളുടെയും നമ്മൾ അവരേറ്റവും കൂടുതൽ എന്നും എന്ന രീതിയിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് PSCയെ. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ EM അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അനിരുദ്ധൻ, FSCTU ജില്ലാ പ്രസിഡന്റ് സജീഷ് നാരായണൻ, PSC EU സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK രാജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി NK മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഉണ്ണികൃഷ്ണൻ EM പ്രസിഡന്റ്, മുഹമ്മദ് ഷാഫി NK, ഗീത KK വൈസ് പ്രസിഡന്റുമാർ, മഹേഷ് M സെക്രട്ടറി, വിജയലത K, സുനീഷ് കുമാർ P ജോയിന്റ് സെക്രട്ടറിമാർ, അനിത മോൾ P ട്രഷറർ, സതീദേവി P വനിതാ കമ്മിറ്റി കൺവീനർ എന്നിവരെയും തെരഞ്ഞെടുത്തു. 16 അംഗ ജില്ലാ കമ്മിറ്റിയെയും 8 അംഗ സ്റ്റേറ്റ് കൗൺസിലിനെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തങ്ങളെ UDFന്റെ ഘടകകക്ഷിയായി അംഗീകരിച്ചതായി കേരള പ്രവാസി അസോസിയേഷൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും